ഇനി നമുക്ക് ഇതിനെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പം എന്താ ഈ ടേബിൾസിന്റെ സിമ്പിൾ നോക്കിയേ, ഇവിടെ സിമ്പിൾ വേറെ അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ ഈ റോളിംഗ് കലണ്ടേഴ്സിനെ എങ്ങനെ ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു ടാബ് കാണാൻ പറ്റും. ട്രാൻസ്ഫോം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, വേറൊരു ട്രാൻസ്ഫോം കൂടി നമുക്ക് കാണാൻ പറ്റും ഇത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ അതിൽ തന്നെ എന്താ ടു ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കുക. കണ്ടോ, ആ ടേബിൾ ഫോർമാറ്റിൽ തന്നെ അതും വന്നു, ടേബിളിന്റെ സിമ്പിളിൽ തന്നെ അതും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ക്വറി 1 എന്നുള്ളത് എന്താ റീനെയിം ചെയ്യാം. നമുക്കതിന് പകരം റോളിംഗ് കലണ്ടേഴ്സ് കൊടുക്കാം. കണ്ടോ, ഇവിടെ ചേഞ്ച് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോപ്പർട്ടീസിലും അത് ചേഞ്ച് ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിലിനി എന്താ ചെയ്യേണ്ടതുള്ളത്, ഇവിടെ ഡാറ്റ ടൈപ്പ് ABC ആണ് കിടക്കുന്നത്, ഡാറ്റ ടൈപ്പ് മാറ്റണ്ടേ. പിന്നെന്താ ഹെഡിങ്ങും, കോളത്തിന്റെ ഹെഡിങ്ങും നമുക്ക് മാറ്റണം. അപ്പൊ അതെങ്ങനെ മാറ്റാം, അത് നമുക്ക് ഡാറ്റ ടൈപ്പ് മാറ്റാം. ഡാറ്റ ടൈപ്പിൽ ചെന്നിട്ട് എന്താ ഡേറ്റ് ആണ് ഇവിടെ കിടക്കുന്നത്, അപ്പൊ ഡേറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ കോളം 1 എന്നുള്ള നെയിം മാറ്റി നമുക്ക് അവിടെ ഡേറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കലണ്ടർ ലുക്കപ്പിൽ ചെയ്തു, എന്തൊക്കെ ഇയർ, സ്റ്റാർട്ട് ഓഫ് ഇയർ, മന്ത്, സ്റ്റാർട്ട് ഓഫ് മന്ത്, അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്തായിരുന്നു. സെയിം റോളിംഗ് കലണ്ടേഴ്സിൽ നമുക്കത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ, ആഡ് കോൾ എടുക്കുക, ഡേറ്റ് എടുക്കുക, എന്താ അതില് ഓരോന്നോരോന്ന് ഇയർ കാണാം, പിന്നെ വീണ്ടും ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താ സ്റ്റാർട്ട് ഓഫ് ഇയർ കാണാം, നെക്സ്റ്റ് മന്ത്, സ്റ്റാർട്ട് ഓഫ് മന്ത് കാണാം. അങ്ങനെ എല്ലാം ഈ ഡേറ്റിന് ഇത് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഡേറ്റിലായിരിക്കും വന്ന് കിടക്കുക, നമുക്ക് പക്ഷെ ഈ ഡേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടാ കാണണ്ടേ. അപ്പൊ ആ ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്ന് അങ്ങനെ ചെയ്തു നോക്കാം. നെക്സ്റ്റ് എന്താ മന്ത് നെയിം കാണാം, അങ്ങനെ ഓരോന്ന് നമ്മൾ കണ്ടുപിടിക്കാം. സ്റ്റാർട്ട് ഓഫ് ക്വാർട്ടർ, നെക്സ്റ്റ് എന്താ കാണേണ്ടത് വീക്ക്, സ്റ്റാർട്ട് ഓഫ് വീക്ക്, നെക്സ്റ്റ് ഡേ എന്താ സ്റ്റാർട്ട് ഓഫ് ഡേ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഓഫ് ഡേ കൊടുക്കുക. പിന്നെ ഡേയുടെ നെയിം വേണ്ടേ, നെയിം ഓഫ് ഡേ. ഓക്കെ, അപ്പൊ ഇതെന്താ റോളിംഗ് കലണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇയർ, സ്റ്റാർട്ട് ഓഫ് ഇയർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ,